കൊല്ലത്തുള്ള മാടനടയിലെ റിലയൻസ് സ്മാർട്ടിലോട്ടാണ് ഇന്നത്തെ പോക്ക്. ഞങ്ങൾ ഇറങ്ങുമ്പോൾ ലേറ്റാവും, നിങ്ങൾക്കറിയാമല്ലോ. 7-7:30 ആയെന്ന് തോന്നുന്നു. എന്നാലും നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. കാർ പാർക്കിങ്ങിനും ബൈക്ക് പാർക്കിങ്ങിനും ഒക്കെ നല്ല തിരക്കാണ്. ഞങ്ങൾ എവിടെയൊക്കെയോ കുത്തിക്കയറ്റി വെച്ചിട്ടാണ് വന്നത്. പാറുവിന് എന്തൊക്കെയോ വാങ്ങണമെന്നും പറഞ്ഞാണ് ഇറങ്ങിയത്. ഞാനും ദേവയും വീശുവും പാറുവുമാണ് വന്നത്. നല്ല തിരക്കുണ്ട് കേട്ടോ എൻ്റെ അകത്ത്. ഇപ്പോഴൊന്നും ഇറങ്ങാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞങ്ങളൊരു ട്രോളി എടുത്ത് ദീശുവിനെ എങ്ങനെയെങ്കിലും അതിനകത്താക്കി. പക്ഷേ അവൾ ഇരിക്കുമെന്ന മട്ടെനിക്ക് കാണുന്നില്ല. അതിൻ്റെ ഇടയിൽ വലിഞ്ഞു കയറി ദേവയും കൂടെ. എന്തായാലും ഒരാളിരിക്കില്ലേ, രണ്ടുപേരും കൂടെ ആവട്ടെ എന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ നോക്കി നോക്കി വന്നപ്പോൾ നല്ല ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. എല്ലാത്തിനും ഫ്രിഡ്ജ് ഐറ്റംസ്, വാഷിംഗ് മെഷീൻ, അതിനെല്ലാം ഓഫർ ഇട്ടിരിക്കുന്നു. തൽക്കാലം നമുക്കതൊന്നും വേണ്ടാത്തതുകൊണ്ട് ഞങ്ങൾ ട്രോളിയുമായിട്ട് മുന്നോട്ട് പോയി വന്നപ്പോഴത്തേക്ക് വാഷിംഗ് മെഷീൻ്റെ സൈഡ് കഴിഞ്ഞപ്പോൾ വാഷിംഗ് പൗഡറിൻ്റെ അടുത്തായി. ഞങ്ങളിപ്പോൾ ഈ ഇടയ്ക്കാണ് അവിടുന്ന് വാങ്ങിയത്. അതുകൊണ്ട് അതിൻ്റെയൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് പാറു പറഞ്ഞു, വാ നമുക്ക് പോവാം, വേറെ എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന്. പെട്ടെന്നൊരു ട്രോളിക്ക് ബ്രേക്ക് ഇടൽ വേറൊന്നുമില്ല, ദേവയുടെ സ്പോട്ടെത്തി. ദേവ ഓരോന്ന് തപ്പിയെടുക്കാനായിട്ട് തുടങ്ങി. അവസാനം കയ്യിലിരുന്ന സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി വെച്ചു. ഈ ഇരിക്കുന്ന ഐറ്റംസിനൊന്നും ഇപ്പോൾ അത്യാവശ്യമില്ല. എന്തായാലും ഇവിടം വരെ വന്ന് ഇതൊക്കെ ഒന്ന് കണ്ടു കളയാമെന്ന് ഞാനും പാറുവിനോട് പറയുകയും ചെയ്തു. ഈ കപ്പിന് 29 റുപ്പീസേ ഉള്ളൂ കേട്ടോ. 2-3 എൻ്റെ കയ്യിലുണ്ട്. പോരാത്തതിന് എല്ലാ പ്ലാസ്റ്റിക് ഐറ്റംസിനും അവർ നല്ല ഓഫർ ഇട്ടിട്ടുണ്ട്. പുതിയ ഗ്ലാസ്, പ്ലേറ്റ്സ്, കപ്പ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ബിയറിൻ്റെയും വൈനിൻ്റെയും അടിപൊളി കളക്ഷൻസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഒരു വൈൻ ഗ്ലാസ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ വൈൻ ഗ്ലാസും ബിയർ ഗ്ലാസും നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരാളെ കാണുവാനില്ല. ആരെയാ? ദേവ വേറെ എങ്ങോട്ടുമല്ല പോയത്. സൂപ്പർമാൻ്റെ സ്പൈഡർമാൻ്റെ അടുത്തുനിന്ന് ഓരോന്ന് തപ്പിക്കൊണ്ട് വരലാണ്. അവസാനം ഒരു കാറിൽ ഒതുക്കി ഞാൻ എങ്ങനെയെങ്കിലും ഒതുക്കി വന്നു. അപ്പോഴാണ് ഞാനും ദീശയും കൂടെ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വെച്ചത്. പാറുവിനെ വിളിച്ചപ്പോൾ പാറു പിന്നെ ഒടുക്കലത്തെ ബിസി. പാത്രം എടുക്കുന്നു, അതെടുക്കുന്നു, ഇതെടുക്കുന്നു. അങ്ങനെ ദേവയെ ഭീഷണിപ്പെടുത്തി എന്തായാലും അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ചു. അപ്പോഴതാ ട്രോളികളുടെ തിരക്ക് കാരണം വയ്യ. ഞാൻ വിചാരിച്ചൊരു ഹോൺ വെക്കാമെന്ന്. കാരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാനുള്ള സ്ഥലം അവിടെ ഇല്ലെന്നേ. അങ്ങനെ എത്തിയപ്പോഴാണ് ദീശുവിന് അവിടെ ഇരിക്കപ്പുറത്തിയില്ല. അവളെ എങ്ങനെയെങ്കിലും ഇരുത്തണമെന്നായി അടുത്ത ഐഡിയ. ദേവ വാങ്ങിയ കാർ എങ്ങനെയെങ്കിലും അവളുടെ കൈ കൊടുത്ത് അതും വെച്ച് കുറച്ച് നേരം ഇരിക്കാമെന്ന് വെച്ചു. അപ്പോഴാണ് നമ്മൾ എന്തിനാണ് വന്നതെന്നുള്ള ബോധം നമുക്ക് വന്നത്. പാറുവിന് കുറച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ വാങ്ങാനാണ് കേട്ടോ. അവളുടെ കുറച്ച് പൊടികളോ എന്തൊക്കെയോ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാവുന്ന ടിന്നുകളൊക്കെ വാങ്ങാനായിട്ട്. പിന്നെ ഞങ്ങൾ പോയത് വെജിറ്റബിൾസിൻ്റെ ഫ്രൂട്ട്സിൻ്റെ അടുത്തേക്കാണ്. അപ്പോഴാണ് ഇതാ ജമന്തിപ്പൂ ഇരിക്കുന്നത്. അങ്ങനെ അതിൽ നിന്നും കുറച്ച് വാങ്ങി. പിന്നെ കോണും കുറച്ച് വാങ്ങി. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ പനീർ വേണമായിരുന്നു. പക്ഷേ പനീർ നല്ല റേറ്റ്. പിന്നെ ഒരു മിൽക്കി മിസ്റ്റിൻ്റെ കാർഡും വാങ്ങി. അതിനുശേഷം പാറ് കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങി. അത് ബില്ല് ചെയ്തിട്ട് വേണം ഫ്രണ്ടിൽ പോകാൻ. ദീശുവിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എത്ര നേരം ഒന്നും പറഞ്ഞാൽ അതിനകത്തിരിക്കുന്നത്. അങ്ങനെ ആ 2 ചാമ്പ് പാറുവിന് കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ ഒന്നും കൂടി ഒന്ന് കറങ്ങി നോക്കി. ഈ തിരക്ക് മൊത്തം 2 ലൈനിലായി. 2 പേരും ഇവിടെ പോയി നിന്നിട്ട് ഫോൺ ചെയ്ത് പറയുമോ, നീ ഇവിടെ വാ, ഞാൻ അവിടെ വരാം. അങ്ങനെ ലാസ്റ്റ് എന്തായാലും പാറുവിൻ്റെ അടുത്ത് എത്തി ബില്ല് പേ ചെയ്യുവാണ്. 10,000 രൂപയ്ക്ക് ഞങ്ങൾ എന്തോ വാങ്ങിയെന്നാണ് ഞങ്ങൾ തന്നെ ആലോചിക്കുന്നത്. ഞങ്ങളുടെ ഷോപ്പിംഗ് പര്യടനം കഴിഞ്ഞപ്പോഴാണ് ഡാനിയെ, സോണി ചേച്ചിയെ, അക്കുവിനെ മീറ്റ് ചെയ്യുന്നത്. ആകസ്മികമായി മീറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച ഒരു ഷേക്കിൽ അങ്ങ് ഒതുക്കാമെന്ന്. അങ്ങനെ ഞങ്ങളൊരു ബേക്കറി കയറി. എന്തായാലും ആ ബേക്കറി ഷോപ്പുകാരെ ഞങ്ങൾ അടിച്ചോടിച്ച് വിടാത്തത് കാര്യമായി. ഈ പിള്ളേരെല്ലാം കൂടെ കയറി ഒന്നും പറയണ്ട. അവിടെ ഇനി തകർക്കാനായിട്ടൊന്നുമില്ല. അക്കുവിനൊരു ഷാർജ ഷേക്ക് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു കൊതി. അങ്ങനെ ഞാനും സോണി ചേച്ചിയും ഞങ്ങൾക്ക് ഒരെണ്ണം പറഞ്ഞു, സ്പെഷ്യൽ ഷാർജ. കൊള്ളായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ജ്യൂസെല്ലാം കുടിച്ച് കാലിയാക്കി ഞങ്ങൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പിരിഞ്ഞു. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വ്ളോഗിന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.